നിലവിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും എടുക്കാനില്ല. എല്ലാം മിറർ വരെ ഫോൾഡിങ്. സാധാരണ ഇത്ര പഴക്കമുള്ള വണ്ടിക്കൊക്കെ മിററൊന്നും ഫോൾഡാവാറില്ല. എല്ലാം വർക്കിംഗ്. എല്ലാ ഇലക്ട്രോണിക്. NOCയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും. അതിന്റെ ചാർജ് ഇൻക്ലൂഡ് ആയിട്ടല്ല നമ്മൾ പറയുന്നത്. NOC ആണ്. ഇത്രയുണ്ട്, ആകെ 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ അല്ല, മറ്റേ 80 സംതിങ് ഉണ്ടായിരുന്നു. ഇത് 58,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത് തമിഴ്നാട് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, മലയാളം മനസ്സിലാവുന്നവരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു 4 ബെൻസ് കാർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാട് ബെൻസ് കാറുകൾ, ഏകദേശം 10-11 ബെൻസ് കാറുകൾ എൻ്റെ പുറകിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതേപോലെ തന്നെ BMW ഉണ്ട്, ലെക്സസ് ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, തുടങ്ങിയ ഒരുപാട് വാഹനങ്ങളുമായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് അജ്മൽ ഭായിയുടെ യാർഡിലാണ്. അജ്മൽ ഭായിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ചെറിയ വിലയ്ക്ക് ബെൻസ് കൊടുത്തു കൊടുക്കുന്ന ആളാണ്. ബെൻസ് അല്ല, പ്രീമിയം വണ്ടികൾ അല്ലേ? ഓക്കെ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം അറവങ്കരയാണ്. അറവങ്കര ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത് അല്ലേ? നമ്മളിന്ന് ഓഡിറ്റോറിയം, സാധാരണ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടാണ് ചെയ്യാറുള്ളത്. അതെ, വൈഡായിട്ട് കിട്ടാൻ വേണ്ടി. അത്രയും കളക്ഷൻ ഉണ്ട്. എത്ര മുതലാണ് സ്റ്റാർട്ടിങ് ബെൻസിൻ്റെ? ഇന്നത്തെ 2,80,000 ആണ്. 2,80 മുതൽ സ്റ്റാർട്ട്. കേരള നമ്പറൊക്കെ ആക്കി 5 കൊല്ലത്തെ പേപ്പേഴ്സൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. ഈ പ്രീമിയം വണ്ടി ചെറിയ വിലക്ക് എടുക്കാന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുണ്ടാവുക. ഇതിൻ്റെ ഭാവിയിൽ വരുന്ന പണികൾ, മെയിൻ്റനൻസ്, അതൊക്കെയാണ് പേടിയുണ്ടാവുക. ഒരു സാധാരണ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ? അത് നോർമലായി പറ്റേണ്ട തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തായാലും നമ്മൾ സ്വിഫ്റ്റ് ഇങ്ങനത്തെ ഇന്നോവ കാറുകളായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പാടില്ല. മെയിൻ്റനൻസിലും കാരണം അതിലേറെയുള്ള ഫീച്ചേഴ്സ്, സൗകര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻസേഴ്സൊക്കെ കൂടുതൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച്, അതിപ്പോൾ അതിൻ്റെ ഡബിളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടാൽ മതി എന്തെങ്കിലും ഏകദേശം. പിന്നെ മോഡൽ കൂടി ഇങ്ങനെ വരുമ്പോൾ പിന്നെ അതിനനുസരിച്ച് വീണ്ടും എക്സ്പെൻസ് ഒക്കെ കൂടും. പിന്നെ പറഞ്ഞാൽ ഇറങ്ങുന്ന ഇപ്പോൾ പല വണ്ടികളും ഇറങ്ങുന്ന സമയത്ത് 80 ലക്ഷം, 60 ലക്ഷം, 50 ലക്ഷം ഒക്കെ വിലയുള്ള വണ്ടികളാണ്. ഇപ്പോൾ അത്രയും കുറഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. നമ്മൾ മെയിൻ്റെനൻസ് വരുമ്പോൾ അതിൻ്റെ ഒരു സ്പെയറിനനുസരിച്ചുള്ള വാല്യൂ നമ്മൾ കണക്കാക്കണം. എന്നാലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കംപ്ലൈൻസ് ഒന്നും വരില്ല. പ്രത്യേകിച്ച് ബെൻസ് ഒക്കെ ആണെങ്കിൽ. അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റും അല്ലേ? അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മളിതിൽ വേറൊരു പോയിന്റ് നമ്മൾ പറയണമെന്ന് എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ മെക്കാനിക് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓൾ കേരള. അപ്പോൾ പുതിയതായിട്ട് ജസ്റ്റ് തുടങ്ങിയതാണ്. മെക്കാനിക് ഉണ്ട്. അതായത് നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന വണ്ടികൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ അതിൻ്റെ സർവീസ് കോസ്റ്റ് എല്ലാവരും കാണണ്ട. നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും അവിടെ വന്നിട്ട് ചെയ്തു കൊടുക്കും. അതിനുള്ള വരാനുള്ള കോസ്റ്റ് കാര്യങ്ങൾ അവരെന്നെ അറിയണം. അവർക്ക് ഹെൽപ്പ് കിട്ടാതിരിക്കില്ല. ചില ആൾക്കാർക്ക് ഇത് എടുത്തിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാൽ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് നമ്മൾ സൊല്യൂഷനാണ്. ഓക്കെ. അപ്പോൾ അജ്മൽ ഭായിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ നിൽക്കുന്ന വണ്ടികൾക്ക് അവർ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിലോ ദയവേത് ആ സബ്സ്ക്രൈബർ ബെല്ലൊന്ന് അടിച്ചു പൊട്ടിക്കുക. ആ ബെൽ കൂടി അടിച്ചു പൊട്ടിച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പുതിയ സംരംഭമാണ് മേര കാസ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ വാഹനം വിൽക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ താഴെ കോൺടാക്ട് ചെയ്താൽ മതി. അജ്മൽ ഭായിനെ കോൺടാക്ട് ചെയ്യാം. മുകളിൽ കൊടുത്ത നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് എൻ്റെ Instagram ID താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ചെറുതെന്ന് തുടങ്ങാം. ബെൻസ് C200 ആണ്, C-Class 200 കംപ്രസർ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2004 C200 കംപ്രസർ, പെട്രോൾ വാനാണ്. ഓക്കെ. സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. ഇന്നത്തെ കാലം സൺറൂഫും ഇല്ലാത്തൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് കേരളത്തിലെ നമ്പറായിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിന് മുകളിലായി. നമ്മൾ ഇവിടെ തന്നെ ലോക്കലി പർച്ചേസ് ചെയ്ത വണ്ടിയാണ്. പിന്നെ ടാക്സ് റിന്യൂവൽ എല്ലാം 2027 വരെ പേപ്പേഴ്സ് ഫിറ്റ് ആണ്, ഫുൾ ഫിറ്റ് ആണ്. പുതിയ ഇൻഷുറൻസ് കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്റീരിയറൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചു കൊണ്ടുവരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ് അല്ലേ? ഓക്കെ. ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ അതോ? അല്ല, ഇപ്പൊ ഒക്കെ കണ്ടിന്യൂഷൻ ആണ് വരാം. പുറത്ത് ഒന്നാണെങ്കിൽ ഇവിടെ 2 ആണ് വരാം. അങ്ങനെ വരാം. കുറെ കാലം മുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ പിന്നെ ഒന്നായിരിക്കും. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ഇപ്പൊ ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ 2027 വരെ ഫുൾ പേപ്പറുള്ള 2004 മോഡൽ C200 കംപ്രസർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വലിയ മെയിൻ്റനൻസ് കുറവായിരിക്കും അല്ലേ? ഡീസലിനെ കമ്പയർ ചെയ്ത് പണിയെല്ലാം കുറവായിരിക്കും അല്ലേ മൊത്തത്തിൽ? ഓക്കെ.
നിലവിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും എടുക്കാനില്ല. എല്ലാം മിറർ വരെ ഫോൾഡിങ്. സാധാരണ ഇത്ര പഴക്കമുള്ള വണ്ടിക്കൊക്കെ മിററൊന്നും ഇടാവാറില്ല. ഇത് എല്ലാം വർക്കിംഗ്, എല്ലാ ഇലക്ട്രോണിക് വർക്കിംഗ്. പിന്നെ ആൻഡ്രോയിഡ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗപ്പൂരിലുള്ള ഒരാളായിരുന്നത്, ഇടയ്ക്ക് പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ടൈപ്പ് ആൻഡ്രോയിഡാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്, റിവേഴ്സ് ക്യാമറ അടക്കം എല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും ഒരു പെട്രോൾ ബെൻസ് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 2,80,000 കൊടുക്കാം. ഇതാണ് നമ്മൾ തുടക്കത്തിൽ ആ വണ്ടി അല്ലേ? ഓക്കെ. 2,80,000 നിങ്ങൾക്ക് ഈ ഒരു 2027 വരെ പേപ്പറുള്ള കംപ്രസർ C200 ബെൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പെട്രോൾ വാഹനമാണ്. മൈലേജും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒരു 10 കിട്ടും. 10 പ്രതീക്ഷിച്ചാൽ മതി. 10 ആ റേഞ്ച് കിട്ടും. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. നിലവിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗങ്ങളുണ്ട്, ടയേഴ്സ് ഉണ്ടല്ലോ. ഒരു 70. പിന്നെ അഡീഷണൽ ഇതിന്റെ DRL ടൈപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് ആള്. ഇതൊക്കെ പഴയ മോഡൽ വണ്ടികൾക്കൊക്കെ സാധാ ലൈറ്റ് ബൾബുകളാണ് വരാറ്. 130 രൂപയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. നീറ്റ് വണ്ടിയാണ്. എന്തായാലും 2,80,000 സ്വന്തമാക്കാം. ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ബെൻസാണ് C220 ആണ്. ഡീസൽ വാഹനം. KL 84 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതും 71 രജിസ്ട്രേഷൻ ആയതാണ്. അതിലും ടാക്സും കാര്യം ഒന്നും നടക്കാനില്ല. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 വാഹനമാണ്. ഓക്കെ. 2009 ഡീസൽ C220 CDI എന്ന് പറഞ്ഞിട്ടുള്ള CDI. ഓക്കെ. പിന്നെ ഇത് ഇങ്ങോട്ട് നമ്മൾ മാറ്റി ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 5 വർഷത്തേക്ക് ഉണ്ടാവില്ല. ഈ വർഷം ലാസ്റ്റിൽ നമ്മൾ റിന്യൂവലും ടെസ്റ്റ് കൊടുക്കണം. കാരണം ഇത് മുൻകൂട്ടി നമ്പർ ആക്കിയതാണ്. 14 വർഷം കഴിഞ്ഞിട്ട് ആയിട്ടില്ല. ഓക്കെ. അത് നമുക്ക് വെറും 10,700 5 കൊല്ലം. കാരണം ലൈഫ് ടൈം ടാക്സ് കഴിഞ്ഞു. ഓക്കെ. ഇപ്പം നമ്മൾ ഇപ്പം ആക്കിയ സമയത്ത് കുറച്ച് ടാക്സ് വന്നിട്ടുണ്ട് ഫസ്റ്റിലാക്കുമ്പോൾ. ഇനി ഈ വർഷം ഒക്ടോബർ നവംബറിലും കണ്ടാണ് വെറും 10,700 വരുന്നുള്ളൂ. 10,700 ചാർജ് വരുള്ളൂ ടാക്സ് 5 വർഷത്തേക്ക്. ബാക്കി എല്ലാം കൂടെ ഒരു 10-12 രൂപ, മൊത്തം ഒരു 15 നമ്മൾ 15 രൂപ മാറാൻ കാണണം. ഓക്കെ. ബാക്കി പിന്നെ അത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ ഒറിജിനാലിറ്റിയിലുള്ളത്. ഓക്കെ. പിന്നെ കിലോമീറ്റർ 90 സംതിങ് ഓട്ടുണ്ട്. പിന്നെ ഡീസൽ വണ്ടികളാണ് ഓടും. പെട്രോൾ വണ്ടികൾക്കാണ് കുറച്ചൊരു ഓട്ടം മൈലേജ് പ്രശ്നമുള്ളത്. കിലോമീറ്റർ നമ്മൾ ഉറപ്പിക്കുന്നുണ്ടോ? ഏകദേശം ഉറപ്പിക്കാം നമുക്ക്. ഏകദേശം. അതെ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. കമ്പനിയിൽ ഹിസ്റ്ററി കാര്യങ്ങളോ പഴയ മോഡൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഹിസ്റ്ററി ഒന്നും എടുത്തിട്ടില്ല. പുതിയ മോഡലുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. എന്തായാലും നോക്കാം. കിലോമീറ്റർ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. നോക്കാം. ഓക്കെ. പിന്നെ ഇപ്പോൾ ഉള്ളത് 3rd ഓണർഷിപ്പിലാണുള്ളത് വണ്ടി. ഇങ്ങോട്ട് മാറ്റിയതല്ലേ. പിന്നെ എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 4,98 കൊടുക്കാം. 4,98,000 രൂപയ്ക്ക് 2009 ഈ വർഷം 24 പുതിയ പേപ്പർ എടുക്കണം. അതാണ് ഒരു 10-15 രൂപ ഏകദേശം ചിലവാന്ന് പറയുന്നത്. ഓക്കെ. 4,98 ഈ ഒരു C220 ഡീസൽ വാഹനം സ്വന്തമാക്കാം. മൈലേജ് ഉണ്ടാവില്ല. 15 പ്ലസ് കിട്ടും. 15 പ്ലസ് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ടയേഴ്സും കുഴപ്പമില്ല. 4 ടയേഴ്സ് ഉണ്ട്. എല്ലാം കണ്ട നമ്മൾ രണ്ടും ഏകദേശം നല്ല ടയേഴ്സ് ഉണ്ട്. 80% ഒക്കെ ഉണ്ട്. ഓക്കെ. വീണ്ടും C ക്ലാസ് ആണ്. C220 ഡീസൽ തന്നെയാണ്. ഇതെങ്ങോട്ടെങ്കിലും മാറിയോ? കേരള ആയിട്ടില്ല അല്ല. ഓക്കെ. റാസി കാസ് ഇതാണ്. ചാനലുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കി പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. ഇത് 2014 C220 CDI ഡീസലാണ് വാഹനം വരുന്നത്. ഓക്കെ. പിന്നെ പനോരമിക് ഡബിൾ സൺറൂഫ് വരും. ഓക്കെ. പിന്നെ അത്യാവശ്യം മൈലേജ് എന്തായാലും 16-17 ലെവലിൽ മൈലേജ് കിട്ടും ഡീസൽ ആയതുകൊണ്ട്. അപ്പോൾ HR രജിസ്ട്രേഷൻ ആണുള്ളത്. നമുക്ക് കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. NOC എടുത്തില്ല. എവിടെ എടുത്തില്ല. NOCയിൽ നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ്. NOCയുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കോളും. അതിന്റെ ചാർജ് ഇൻക്ലൂഡ് ആയിട്ടല്ല നമ്മൾ കൺഫ്യൂഷൻ. NOC എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അടക്കാണോന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് രജിസ്ട്രേഷൻ ആവണമെങ്കിൽ ആ ടാക്സ് നിങ്ങൾ കൊടുക്കണം. NOC എന്ന് വെച്ചാൽ അവിടെ നിന്ന് കേസോ കാര്യങ്ങളോ ഫൈനോ ഒന്നും ഇല്ല. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ചെയ്യുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് NOC എന്ന് പറയുന്നത്. പക്ഷെ അത് ഇവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള വർഷത്തിന്റെ ടാക്സ് നമ്മളാണ്. വ്യത്യസ്തമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഓട്ടോ എത്ര കാണിക്കണ്ടേ? ഇത് 72 72,000. 2014 C220D ആണ്. പനോറമിക് സൺറൂഫ് വരുന്ന വാഹനം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. എല്ലാം വർക്കിംഗ് അല്ല. അതറിഞ്ഞാൽ മതി. മൊത്തം വർക്കിംഗ്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഡോർ പാഡിൽ ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ. അതെ. ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇന്റീരിയർ കാണാൻ സാധിക്കും. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 8,20,000. 8,20,000. ഇങ്ങോട്ടേക്ക് മാറാൻ എത്രയോ? ഏകദേശം 2 ലക്ഷം കാണാം. ചിലപ്പം അങ്ങോട്ടൊക്കെ നിൽക്കും. ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും ഒരു 10,20,000 മൊത്തം ടോട്ടൽ കോസ്റ്റ് വരും. 8,20,000 NOCയിൽ ഈ ഒരു 2014 C220 ഡീസൽ
സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം, എങ്ങോട്ട് വേണമെങ്കിൽ NOC എടുത്ത് തരുകയും ചെയ്യും. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത സെയിം തന്നെയാണ്, C220 ഡീസൽ തന്നെയാണ്. ഇത് എവിടെ ഇപ്പോൾ രജിസ്ട്രേഷനിലെ? ഇതിപ്പോൾ HR തന്നെ. ഓക്കെ, മാറിയിട്ടില്ല. സെയിം മോഡലാണോ? 2013 13, ഒരു വർഷം കുറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 96 ആണ് ഉണ്ട്. 96, മറ്റേ 70 സംതിങ് ആയിരുന്നു, ഇത് 96 ഓടിയിട്ടുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനത്തെ ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുത്തുകൂടെ? ക്ലെയിം, ഫ്ലഡ് അങ്ങനത്തെ ഒക്കെ? ഫ്ലഡിന് പിന്നെ ക്ലെയിമിന് നമ്മൾ ചില മേജർ ആക്സിഡന്റിന് കൊടുക്കുക, അതൊക്കെ നോക്കാം. എഞ്ചിന് ഇതൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാലത്തേക്കല്ല. അതന്നെ, ഫ്ലഡിന് പിന്നെ ഏത് കാലത്തേക്കും കൊടുക്കാം. ഏത് കാലത്തും. മറ്റുള്ളതൊക്കെ നമുക്കൊരു ചെക്കിംഗ് വാറണ്ടി എന്നുള്ള 1-2 ദിവസത്തേക്കൊക്കെ ഒരു കൊണ്ടുപോയിട്ട് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കസ്റ്റമർ പ്രശ്നം കൊണ്ടും പല ഇത് ആക്സിഡന്റലി വരാം. ഒരു എക്സാമ്പിൾ അതൊരു ടൈം പീരീഡ് മാത്രം അത്രേ പറ്റുള്ളൂ. ചെക്ക് ചെയ്താലും ഫ്ലഡിന് ഫുൾ ഗ്യാരണ്ടിയാണ്, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മേജറായിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജും ഇവർക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനത്തെ നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്, മാക്സിമം ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതും എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, എത്ര കൊടുക്കുക? ഇത് നമുക്ക് 7,20,000. 1 ലക്ഷം കുറഞ്ഞു അല്ലേ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ? ഓക്കെ, 7,20,000 2013 C220D സ്വന്തമാക്കാം. 16-17 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. സെയിം ഫീച്ചേഴ്സ് ആണ്. അതിന് 2 ഇതിന് ടാക്സ് പറഞ്ഞല്ലോ, അതിലേറെ കുറച്ച് കുറയും. ഇതിന് 1.25 ആ ഒരു റേഞ്ചിൽ നമ്മൾ ടാക്സ്. ഓക്കെ, 1 വർഷം കൂടി കുറഞ്ഞുകൊണ്ട് ടാക്സ് ഒന്നുകൂടി കുറയും അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. വീണ്ടും സെയിം വാഹനം തന്നെയാണ്, C220D തന്നെയാണ്, വൈറ്റ് കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 സെക്കൻഡ് ഓണറിലുള്ള വാഹനമാണ്. ഓക്കെ, C220 തന്നെ CDI. സെയിം നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് ആണ്. ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇന്റീരിയർ ടാനാണ് കളർ വരുന്നത്. പിന്നെ അതിപ്പോൾ കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലിന് തന്നൊരു വാഹനമാണ്. മാത്രമല്ല നമ്മൾ കസ്റ്റമർ എടുത്തതിന് ശേഷം സസ്പെൻഷൻ സൈഡ് മറ്റെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല എക്സ്പെൻസ് ചിലവാക്കി ഇപ്പോൾ ആള് പുറത്തു പോയതാണ്. സെയിലിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ്. മോഡൽ 13 അല്ലേ? 13 തന്നെ സെയിം മോഡൽ. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8,50,000 വരും. മറ്റേ കുറച്ച് കൂടിയില്ല? ഇത് കൂടിയുണ്ട്. അതിനുള്ളൊരു വർക്കൊക്കെ എടുപ്പിച്ചുള്ള ഒരു ഇത് ഉണ്ടാവും, ഒരു വ്യത്യാസം വണ്ടിയിലുണ്ടാവും. ഓക്കെ, 8,50,000 ഈ ഒരു വാഹനം പറഞ്ഞത്. അതായത് നമ്മൾ 14 മോഡൽ 8,20 കണ്ടിരുന്നു. ഇതിപ്പോൾ 8,50 13 മോഡൽ വയ്ക്കുന്നത്. സെയിം 13 മോഡൽ 7,20 കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വ്യത്യാസമാണ് നമ്മൾ എടുത്ത് പറഞ്ഞാണ്, വേറെ ഒന്നുമില്ല. ഇതിൽ കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? കിലോമീറ്റർ 88,000. ഓക്കെ, സെയിം വണ്ടി തന്നെയാണ്, സെയിം രജിസ്ട്രേഷൻ ആണ് വണ്ടി. MH ആണല്ലേ? ഇങ്ങോട്ടേക്ക് മാറിയില്ല, എവിടെ എടുത്തിട്ടില്ല, NOC എടുത്തിട്ടില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 8 ലക്ഷം. സോറി, 8,50,000. വേറെ ക്ലെയിമോ കാര്യമൊന്നും ഇല്ല? ഇതിനൊക്കെ ഇൻഷുറൻസിന്റെ ഇതെങ്ങനെയാണ്? ഇൻഷുറൻസ് തേർഡ് പാർട്ട് 10,000 രൂപ വരും. പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 18, ഡിപ്പെൻസ് IDV അനുസരിച്ചിരിക്കും. എന്തായാലും വരും, കിട്ടും. 10-16 രൂപ എന്തായാലും കാണും. പിന്നെ അതിന് മേലോട്ട്. ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷെ C ക്ലാസ് അല്ല, ഇത് E ക്ലാസ് ആണ്. E250 ഡീസൽ. അതായത് ഈ ഹെഡ്ലൈറ്റിന്റെ ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട്, ഗ്രില്ലിൽ 3 ഇത് വരുന്നുണ്ട്, അതിൽ 2 വരുന്നുള്ളൂ. ചെറിയ മാറ്റങ്ങളുണ്ടാവും. പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കാണുമ്പോൾ 2 ഒന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, E ക്ലാസ് പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? E250 2014 ഡീസലാണ്, സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഇത് 13 ലാസ്റ്റ് തൊട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് വന്നത്. അതിന് മുന്നേ നമ്മൾ നേരത്തെ കാണിച്ച സ്ക്വയർ ഹെഡ്ലൈറ്റ് വരുന്ന റേറ്റ് 2 കാണിച്ചല്ലോ, അതാണ് 13 ലാസ്റ്റ് വരെ ഇറങ്ങിയ വണ്ടി. ഇത് 13 ലാസ്റ്റ് തൊട്ട് ആണ് പിന്നെ അങ്ങോട്ട് 17 വരെ അങ്ങോട്ടാണ് ഈ മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, പക്ഷെ കമ്പനിയിൽ നിന്നാണ് മാറ്റിയിട്ടുള്ളത്. ഹിസ്റ്ററിയിലുണ്ട്. ഫുൾ ഹിസ്റ്ററി. ഇതിപ്പോ 86,000 2014. അതെ, 14 വാഹനം. 2023 ലാസ്റ്റ് വരെ സർവീസ് ഉണ്ട് കേട്ടോ കമ്പനിയിൽ. 23 ലാസ്റ്റ് വരെ പീരിയോഡിക്കലി കറക്റ്റ് സർവീസാണ്. അപ്പോൾ ഇനി 24 ലാസ്റ്റിലായിരിക്കും ചെയ്യേണ്ടത്. അതെ. ഓക്കെ, ഇല്ലെങ്കിൽ 15,000 കിലോമീറ്റർ അങ്ങനെയാണ് വരിക. എന്തായാലും ഈ വർഷം ലാസ്റ്റ് കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ സർവീസ് ചെയ്യാം. അതേ ഉള്ളൂ. ഓക്കെ, ക്ലെയിം ഒരുപാട് വണ്ടികൾ ചിലപ്പോൾ 19 വരെ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ വണ്ടികൾ ഒരുപാട് കിട്ടാറുണ്ട്. ഇത് പ്രോപ്പർ സർവീസ് ആണ്, പ്രോപ്പറാ, പീരിയോഡിക്കലി വണ്ടിയാണ്. എപ്പോഴെങ്കിലും കയറി ഇറങ്ങിയല്ല. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്, പീരിയോഡിക്കലി കറക്റ്റ് ചെയ്തു പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 12,85,000 കൊടുക്കാം. 12,85 NOC റേറ്റ് ആണ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയാണ്? മാറണമെങ്കിൽ നമ്മളൊരു 4 ലക്ഷം എന്തായാലും പ്രതീക്ഷിക്കണം. 4 ലക്ഷം പ്ലസ് 4 അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ചെറിയ മാർക്കറ്റിൽ ഇവിടെ പല മാർക്കറ്റിലൊക്കെ 15-16 ഒക്കെ ചോദിക്കുന്ന വണ്ടിയാണ്. ഇത്രയും ക്ലിയർ വണ്ടി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഗ്യാരണ്ടി ഞാൻ തരാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കമ്പനി സർവീസ് വരെ ഫുൾ റെക്കോർഡുള്ള ഒരു വാഹനം 2014 C250D.
എത്ര സോറി ഇ ക്ലാസ് E250D എത്ര മൈലേജ് ഒക്കെ സെയിം ആണ് 17 ലോക്കലി 15 കിട്ടും, ലോങ്ങിൽ 18 കിട്ടും നമുക്ക്. കാണ്ടാ കിട്ടും. ഓക്കെ. 2 ദിവസം പോലെ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു, മഴയാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു. ഇന്നാണ് ഒടുക്കത്തെ വെയിലും, ഒടുക്കത്തെ വെയിലാണ് ഇന്ന്. വൈറ്റിലേക്ക് നോക്കാൻ പറ്റില്ല, കണ്ണിൽ റിഫ്ലക്ഷൻ അടിച്ചിട്ട് കണ്ണിൽ വെള്ളം വരുന്നു. ഓക്കെ. ഇത് ഈ ക്ലാസ് ഏതാണ്? ഇത് E220 ഡീസൽ അല്ല? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. ഇത് E220 2012 CDI ഡീസലാണ്. ഓക്കെ. സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ സൺറൂഫാണ് വരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ HR രജിസ്ട്രേഷനിലുള്ളത്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇത് 4th ഓണറാണ് വണ്ടി. പിന്നെ കിലോമീറ്റർ ഇതിന് ഇൻഷുർ ഇൻഷുറൻസ് ഇപ്പോൾ കുറേ വണ്ടികളിലൂടെ നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമായി പറയാം. എടുത്തു കൊടുക്കും, ഇല്ലെങ്കിൽ എടുത്തു കൊടുക്കും. ഓക്കെ. ഓക്കെ. കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ 82 സംതിങ് ആണ്. പക്ഷേ നമ്മൾ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഇത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ്. ഇത് 17 കിട്ടും. 17 കിട്ടുന്നുണ്ട്. ഓക്കെ. സെയിം എഞ്ചിനാണ്, സെയിം ഇപ്പോൾ C ക്ലാസ്സിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. അത്യാവശ്യം നല്ല ഹെവി ലുക്കും ഉണ്ട് ബെൻസിന്റെ. C ക്ലാസിനെക്കാട്ടും ഹെവി ലുക്കാണ്, അതിൽ തന്നെ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു കൂടും ചെയ്യും, ഡ്രൈവിംഗ് കംഫർട്ടും കൂടും അല്ലേ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കുക ഇതിപ്പോൾ? ഇത് നമുക്ക് 7,80,000. 2012 അല്ലേ പറഞ്ഞത്? 12. ഓക്കെ. 7,80,000 E220 ഡീസൽ നിങ്ങൾക്ക്. സ്റ്റിയറിംഗ് ഗിയർ ഒക്കെ വരുന്ന കേട്ടോ, പ്ലാറ്റ്ഫോം ഇത് തൊട്ടാണ് 12 തൊട്ടാണ് സ്റ്റിയറിംഗിൽ ഗിയർ വരുന്നല്ലേ? ഓക്കെ. ഓക്കെ. നമ്മളെ പഴയ അംബാസഡറിന്റെ ഗിയർ സ്റ്റിയറിംഗ് അത് മാനുവൽ മാറ്റുന്നത്, ഇത് ഓട്ടോമാറ്റിക് ആണ്. തട്ടി കൊടുക്കുന്നത്, വിരലോണ്ട് ഇങ്ങനെ ടിക് ടിക്ന്ന് തട്ടി കൊടുക്കും. മറ്റേങ്ങനെ പിടിച്ച് കുലുക്കി മാറ്റുന്നതാണ്, അതല്ല ഇത്. ഓക്കെ. അത്രയേ ഉള്ളൂ. ഇതും ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാലേ ലോണും കിട്ടാൻ ചാൻസ് ഉള്ളൂ അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. NOCയിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു തരാം, നിങ്ങളുടെ RTOയിൽ എടുത്തു തരാൻ പറ്റുന്നൊരു അടിപൊളി വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതും ഈ ക്ലാസ് ആണ്, E220D തന്നെയാണ്, സെയിം. പക്ഷേ സൺറൂഫ് വരുന്നില്ല ഇതിൽ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2012 E220 CDI ഡീസലാണ് വരുന്നത്. സ്റ്റിയറിംഗ് ഗിയർ തന്നെ വരിക, പക്ഷേ സൺറൂഫ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് ശരി. 87 ഓട്ടം കാണിക്കുന്നത്. ഓക്കെ. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. പക്ഷേ ഇത് ടാക്സ് നമ്മൾ അടക്കുമ്പോൾ അതിലേറെ കുറച്ച് കുറവ് വരും, കാരണം സൺറൂഫ് ഇല്ലാത്ത വണ്ടികളിൽ ഇൻവോയ്സ് വാല്യൂ കുറച്ച് കുറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്പർ ആക്കുമ്പോൾ കുറച്ച് ഇളവുകളുണ്ടാവും. ഓക്കെ. ഇത് എത്ര വരും? ഏകദേശം ഒരു 1.5 താഴെ വരുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട സൺറൂഫ് ഉള്ളതിന് അതിന് 1.80 1.90 വരും. ആ റേഞ്ചിൽ മാറാൻ വരുന്നുണ്ട്. ഇത് 1.5 താഴെ വരുള്ളൂ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,98,000. 6,98,000 2012 സൺറൂഫ് വരാത്ത E220D നിങ്ങൾക്ക് സ്വന്തമാക്കാം. 6,98,000, ഏകദേശം 1.5 ലക്ഷത്തിന് അകത്തായിട്ട് കണ്ടാൽ ഇങ്ങോട്ടേക്ക് മാറാനും പറ്റുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെയൊക്കെ ടയർ ഭാഗങ്ങളും കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ആവറേജ് ടയേഴ്സ് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ. അത്രേ ഉള്ളൂ. നിലവിൽ വർക്കൊന്നും ഇല്ലല്ലോ? വർക്കില്ല. നമ്മൾ വരുന്ന വർക്ക് എന്തെങ്കിലും ചെറിയ വർക്കുകളൊക്കെ ഉണ്ടാവും, ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. ഓക്കെ. ഇനി നിങ്ങൾക്ക് പിന്നെ എന്താ പണി വരികയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സർവീസ് ഉണ്ട്. കേരളത്തിൽ എവിടെ നമ്മൾ ചെയ്ത് വീട്ടിൽ ചെന്ന് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാം അവിടെ നിന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് അന്വേഷിച്ചിട്ട് വിളിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവരും, അതിനുള്ള ആളുണ്ട്. ഓക്കെ. ഓക്കെ. അതിന് കോസ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത ഈ ക്ലാസ് ആണ്, E250D തന്നെയാണ്, കളർ വ്യത്യാസം മാത്രമല്ല. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 E250 ഡീസലാണ്, സിംഗിൾ സൺറൂഫ് ഒക്കെ വരുന്നതന്നെയാണ്. സെയിം വാഹനം. ഇത് നേരത്തെ കാണിച്ചത് സെയിം വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്ലാസ് വരെ ഒറിജിനൽ അതേ വർഷത്തെ ഗ്ലാസ് ആണ്. ഓക്കെ. പിന്നെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ആകെ 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. മറ്റേ 80 സംതിങ് ഉണ്ടായിരുന്നു, ഇത് 58,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2014 തന്നെയാണ് മോഡൽ. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ലഭ്യമാണ്. പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ, പറയേണ്ടതില്ലല്ലോ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 13 ലക്ഷമാണ് ആസ്കിങ്. 13 ലക്ഷത്തിന്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ചെറിയ വ്യത്യാസമുള്ളൂ, 15,000 വ്യത്യാസമുള്ളൂ. ഓക്കെ. എന്താ പറയുക, നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയാൽ കുറച്ച് സെയിൽ ചെയ്യും, കൂട്ടി കിട്ടിയാൽ അതിനനുസരിച്ച് കൂടും. അപ്പോൾ ഇത് കിലോമീറ്റർ കുറവാണ്. മാറണമെങ്കിലും സെയിം എമൗണ്ട് തന്നെ ഏകദേശം 4 ലക്ഷം എന്തായാലും 4 ലക്ഷം എന്തായാലും കാണണം. ഓക്കെ. അത്രയേ ഉള്ളൂ. വേറെ ഒരു ക്ലെയിമോ ഒന്നും സംഭവിക്കാത്ത 0 ക്ലെയിം വാഹനമാണ് കമ്പനി ഹിസ്റ്ററിയിലുള്ള. നമ്മൾ ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാധാരണ വേറെ ടച്ചപ്പ് ബമ്പർ അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒന്നുമില്ല. ഒരു 3,500 രൂപേൻ്റെ പോളിഷ് അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ. ഓക്കെ. ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയേഴ്സ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് C ക്ലാസ് ആണ്, C220D ആണ്, ന്യൂ ഷേപ്പിലേക്ക് മാറിയ വാഹനം അല്ല? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 C220 CDI ഡീസൽ,
ഡബിൾ സൺറൂഫ് പനോരമിക് സൺറൂഫ് ഓക്കെ 2015 തൊട്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നത്. 14 നമ്മൾ ബ്ലാക്ക് 2 വൈറ്റ് ഒക്കെ കാണിച്ചല്ലോ, അതിന് ശേഷം ഇറങ്ങിയ മോഡലാണ്. ഓക്കെ ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. കിലോമീറ്റർ 88 അത് ജെന്യൂനാണ് പറയാൻ പറ്റും, കാരണം ഹിസ്റ്ററിയിലുണ്ട് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ എന്തായാലും 2015 മോഡൽ ന്യൂ ഷേപ്പ് വാഹനമാണ്. ഈ ഒരു ഷേപ്പ് എല്ലാവരുടെ ഒരു അട്രാക്റ്റീവ് ഷേപ്പാണ്. നല്ല ഇതിപ്പോൾ അത്യാവശ്യം നമ്മളിവിടെ ഷോറൂമാരൊക്കെ കൊടുക്കുന്ന അത്യാവശ്യം നല്ല പ്രൈസിലാണ്. അപ്പോൾ നമ്മളിതൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഓണറാണ്. എത്ര കൊടുക്കാം നമുക്ക്? പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഹിസ്റ്ററി 2024 ജനുവരി വരെ ഉണ്ട്. ശരി, പക്ക ഹിസ്റ്ററി ഉണ്ട്. കസ്റ്റമർ ജെന്യൂൻ കസ്റ്റമറാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇതിന് എത്ര മൈലേജ് വരും? ഇതിനൊരു നമുക്ക് ഒരു 18-19 കിട്ടുന്നുണ്ട്. 18-19 കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള സെഗ്മെൻ്റാണ് സി ക്ലാസ്സിൽ. എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 17,80,000 കൊടുക്കാം. NOC ഓക്കെ 17,80,000 നിങ്ങൾക്ക് ഈ ഒരു 2015 മോഡൽ വാഹനം C220D ന്യൂ ഷേപ്പ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര വരും? മാറാൻ ഏകദേശം 5 ലക്ഷം നമ്മൾ കാണേണ്ടി വരും. 5 ലക്ഷം ഒറിജിനൽ കേരള വണ്ടിക്ക് 29-30 ലക്ഷം രൂപ ഉണ്ട് വരാം. ഓക്കെ, ഒറിജിനൽ കേരളക്ക് ഇങ്ങോട്ടേക്ക് മാറണ ഒരു 5 ലക്ഷം കണ്ടാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത GLA 200 ആണ്. ബെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ആൽഫബെറ്റ്സിലും സീരീസ് ഉണ്ടല്ലോ ബെൻസിൽ. ഓക്കെ, ഇത് എവിടെയാണ് അവിടെ തന്നെ രജിസ്ട്രേഷൻ? മാറിയിട്ടില്ല. ഒരു വാഹനത്തിന് ഇപ്പോൾ NOC എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുത്തു തരും, അതാണ് ഹൈലൈറ്റ്. നമ്മൾ NOC എടുക്കാത്തതിന്റെ കാരണം തന്നെ നമുക്കൊരു കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ കസ്റ്റമേഴ്സ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വരെ നമുക്ക് വരാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും എടുത്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണമല്ലോ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. പിന്നെ ഇത് തമിഴ്നാട് നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, മലയാളം മനസ്സിലാവുന്നവരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് പറഞ്ഞോളൂ. ഇത് 2014-15 200 ആണ്. ഓക്കെ, ഇത് ഓണർഷിപ്പ് കുറച്ച് അധികം ഉണ്ട്. 5th ഓണർ ആയിട്ടുണ്ട് വണ്ടി. 5ാമത്തെ ഓണർഷിപ്പാണ്. പിന്നെ വന്നിട്ടുള്ള കണ്ടീഷനിലാണ്, അതുകൊണ്ട് തന്നെ പ്രൈസിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ചില്ലറ വർക്കുകളൊക്കെ എടുക്കാണ്ട്. മൊത്തത്തിൽ എത്ര വർക്കിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും ഏകദേശം എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടാവും തോന്നുന്നു. നമ്മളൊരു അനുസരിച്ച് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. അത് മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണോ അതോ ഔട്ടർ ബോഡി അങ്ങനത്തെ എന്തെങ്കിലും? അല്ല, മെക്കാനിക്കലി ഈ വണ്ടികൾക്ക് പൊതുവെ വരുന്ന ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു കുടച്ചിൽ വരുന്ന സംഭവമുണ്ട്. അത് ഇതിനുണ്ട്. ഫ്ലൈ വീല് മാറേണ്ടി വരും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് പുറത്ത് നോക്കിയാൽ 10-60,000 രൂപ വരും തോന്നുന്നുണ്ട്. അതാണ് അത് ഈ ഒരു ടൈപ്പ് A180 ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ വരുന്നത് ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ ഒരു പീരിയോഡിക്കലി കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മാറേണ്ടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമ്മൾ ടച്ചപ്പോ കാര്യങ്ങളോ പോളിഷോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതൊന്നും വർക്ക് എടുക്കാതെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസിലും കൊടുക്കാം. കസ്റ്റമർ 14 മോഡൽ 15 രജിസ്ട്രേഷൻ 5th ഓണർ. എത്ര ഓട്ടോ എത്ര പോയി? ഓട്ടോ 1,49,1.5 ലക്ഷം ഉണ്ട്. ഡീസലല്ലേ ഇത്? ഡീസൽ. എത്ര മൈലേജ് കിട്ടും ഇത്? നമുക്കൊരു 20 റേഞ്ചിലൊക്കെ 20+ കിട്ടും. അത്രയും കിട്ടും. ഓക്കെ, അപ്പോൾ നല്ല മൈലേജ് ഉള്ളൊരു സെഗ്മെൻറ്റുമാണ്. 5th ഓണർ ആയിട്ടുണ്ട്. പിന്നെ ഈ 1.5 ലക്ഷത്തിൻ്റെ ഒരു വർക്ക് എടുക്കാണ്ട് ഏകദേശം മാക്സിമം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. ഓക്കെ ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 11 ലക്ഷത്തിന് കൊടുക്കാം. 11 ലക്ഷത്തിന് NOC അല്ല? ഓക്കെ, 11 ലക്ഷത്തിന് NOC 2014 മോഡൽ 15 രജിസ്ട്രേഷൻ GLA 200 നിങ്ങൾക്ക് സ്വന്തമാക്കാം. വളരെ കുറഞ്ഞ വിലയാണ്. അതിൽ ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര വരും? ഇതിപ്പോൾ മാറണമെങ്കിൽ എന്തായാലും ഒരു 2.5-3 ലക്ഷം രൂപ കാണേണ്ടി വരും. 3 ലക്ഷം പ്ലസ് വരും. 3 ലക്ഷം പ്ലസ് ഉണ്ടാവും. ഏകദേശം കണക്കാണ്, നമ്മൾ ഫിക്സ്ഡ് ആയിട്ടൊന്നും പറയുന്നല്ല. നിങ്ങൾ അറിവിലേക്ക് ഏകദേശം പറഞ്ഞു തന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് മൊത്തം നമ്മളിപ്പോൾ 11 ബെൻസ് കണ്ടു. ഇനി ഒന്നും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇനി BMW കിടക്കാം. BMW 5 സീരീസ് ആണ്. 520D ഡീസൽ വാഹനം. ന്യൂ ഷേപ്പ് ആണല്ലേ? 14 ന്യൂ ഷേപ്പ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്നതാണ്. 520D 2015 സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ടാനാണ് ഇന്റീരിയർ. ഓക്കെ, ഈ 14 ശേഷം ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയുള്ളൂ. ഡിജിറ്റൽ മീറ്റർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ന്യൂ ഫീച്ചേഴ്സ് ആണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സർവീസ് റെക്കോർഡ് ഉണ്ടോ? സർവീസ് റെക്കോർഡ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. 68,000 കാണിക്കുന്നത്. ഓക്കെ, എവിടെ? ഹരിയാന തന്നെയാണ്. പക്ഷേ ജെനുവിൻ ആണ് 99%. സാധാരണ. ഓക്കെ, ഹരിയാന തന്നെയാണ് രജിസ്ട്രേഷൻ? അതെ അതെ. ഓക്കെ, NOC എവിടേക്കും എടുത്തിട്ടില്ല. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 16 ലക്ഷമാണ് നമ്മൾ ആസ്കിങ്. 2015 മോഡൽ അല്ല? 520D ഡീസൽ വാഹനമാണ്. ഒരു 15-16 മൈലേജ് കിട്ടും ഇതിന്? കിട്ടും. 15-16 നമ്മൾ പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. ഓക്കെ, 4 സിലിണ്ടർ അല്ലേ? 4 സിലിണ്ടർ ആണ്. ഓക്കെ, അപ്പോൾ 16 ലക്ഷം NOC റേറ്റ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ കൂടെ എത്രയാവും?
മാറണമെങ്കിൽ നമുക്ക് ഏകദേശം പറയണം എന്തായാലും 5 ലക്ഷത്തിന് മേലെ വണ്ടിയാണ്. ഒരു ഈ മോഡൽ നമ്പർ ആക്കിയിട്ടില്ല. ഓക്കെ, ഓൺ ആൻ ആവറേജ് അത്രയും 5 ലക്ഷം കണ്ടോളി. 5 ലക്ഷം ഇങ്ങോട്ടേക്ക് മാറാൻ കാണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ 21 ലക്ഷം രൂപയ്ക്ക് 2015 30 ലക്ഷം പ്ലസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങോട്ട് മാറിയുള്ള ചാർജ് അടക്കാണ് പറഞ്ഞത്. 21 ലക്ഷം, ആസ്കിങ് 16 ഉള്ളൂ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. BMW X1 അല്ല, എങ്ങനെ ഡീറ്റെയിൽ? 2011 സിംഗിൾ ഓണർ X1 ആണ്, ഡീസലാണ് വരുന്നത്. എസ് ഡ്രൈവ് ആണ്, അതായത് ഫുൾ ഓപ്ഷൻ പനോരമിക് സൺറൂഫ് വരുന്ന മോഡലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട 520 അത് ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ, പക്ഷെ പനോരമിക് വരുന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ കിലോമീറ്റർ 58,000 ആണ്. ഇതൊരു SUV കാറ്റഗറി എന്ന് പറയും അല്ലേ? അതെ, മിനി SUV എന്നൊക്കെ പറയാം. SUV കാറ്റഗറിയാണ്. ഓക്കെ, നേരത്തെ പക്ക സെഡാനാണ്, ഫുൾ സെഡാൻ കാറ്റഗറി. ഓക്കെ, 11 മോഡല്. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, നമ്മളെ അറിവിലില്ല. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ 58,000 ആണ് കിലോമീറ്റർ, സിംഗിൾ ഓണർ ആണ്. അപ്പോൾ അതുകൊണ്ട് ജെന്യുവിൻ ആ സാധ്യത ഉണ്ട്. നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടില്ല. ഡീസലല്ലേ വരാ? ഡീസലാണ്. ഇത് അത്യാവശ്യം മൈലേജ് സെഗ്മെന്റ് അല്ലേ? 17-18 മൈലേജ് കിട്ടും. 17 മൈലേജ് കിട്ടുന്നുണ്ട്. എസ് ഡ്രൈവും കൂടെ ഉണ്ട്. എസ് ഡ്രൈവ് ഈ സൺറൂഫ് ഇല്ലാത്ത മോഡലാണ് ഇതിൽ കൂടുതലും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ. സൺറൂഫ് ഇല്ലെങ്കിൽ ഈ ഹെഡ്ലൈറ്റിൽ വ്യത്യാസമുണ്ട്, അലോയ് വീല് വ്യത്യാസമുണ്ട്, ഇന്റീരിയറിൽ തന്നെ ഒരുപാട് ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ കുറയും. അപ്പോൾ അതിന് പ്രൈസും കുറയും. ഇത് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ അതുമായിട്ട് കമ്പയർ ചെയ്യരുത്, അതാണ് നോക്കേണ്ടത്. ഇത് സൺറൂഫ് വരുന്ന ഓപ്ഷനാണ്. അത്രയും മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അല്ലേ? ഓക്കെ, ലോ കിലോമീറ്റർ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ, എത്ര കൊടുക്കുന്നത്? ഇത് നമ്മൾ NOC എടുക്കാൻ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. എവിടേക്ക്? 84 കൊണ്ടോട്ടി. അതെ, കസ്റ്റമർ പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് സാധാരണ എടുക്കലില്ല. ഓക്കെ, നമ്പർ ആക്കാൻ നമ്മളൊരു അഭിപ്രായത്തിൽ ഒരു 1-1.25 പ്രതീക്ഷിക്കുന്നത്. നമ്മൾ NOCയിൽ പ്രതീക്ഷിക്കുന്ന 6 ലക്ഷമാണ്. നമ്പർ കസ്റ്റമർ തരണം. ഓക്കെ, 6 ലക്ഷം രൂപയ്ക്ക് NOCയിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2011 മോഡൽ, ലോ കിലോമീറ്റർ, BMW X1 ആണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടി നമ്മൾ നേരത്തെ 5 സീരീസ് കണ്ടു. അടുത്ത 3 സീരീസ് ആണ്. BMW 320D ആണ്, ഒരു ബ്ലാക്ക് കളർ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 320D സൺറൂഫ് ഒക്കെ വരുന്ന സിംഗിൾ ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ചാവി കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരിക. ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതെ, തീർച്ചയായും. അലോയ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. മാത്രമല്ല പൊതുവേ BMW മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു വാഹനമാണ്. നല്ല മൈലേജും കിട്ടും. നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 16-17 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടില്ല. നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ മോഡലാണ്. 2023-24 ലേറ്റസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, മാറ്റാൻ പറ്റും. വലിയൊരു കോസ്റ്റ് ഒന്നും 3-4 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അത് കണ്ടാൽ പുതിയതാണെന്നേ പറയുള്ളൂ. ഓക്കെ, പലരും ഇപ്പോൾ ചെയ്തൊരു പരിപാടിയാണത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 9,20,000 കൊടുക്കാം. NOCയിൽ 9,20,000 2014. എവിടെ NOC എടുത്തിട്ടില്ലല്ലോ? അങ്ങോട്ട് എടുത്തിട്ടില്ല. 2014 BMW 320D ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉള്ള, മെയിൻ്റനൻസ് കുറഞ്ഞൊരു വാഹനം. കമ്പാരിറ്റീവ്ലി BMW മെയിൻ്റനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണേ കൂടെ എത്രയോ? ഏകദേശം 2-2.5 ലക്ഷം മിനിമം കാണ്ടി വരും. അത്ര ആവറേജ് ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു പക്ക SUV വന്നു. ടൊയോട്ടയുടെ ഫോർച്യൂണർ കിറ്റ് ചെയ്താണോ ഇത്? TRD കിറ്റ് ചെയ്താണല്ലേ? ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? 2014 ആണ്. എവിടെയാണ് കിടക്കുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ? ഇത് ഡൽഹി രജിസ്ട്രേഷനിലാണ്. ഡൽഹി. ഓക്കെ, 14. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വാനാണ്. TRD കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. TRDയും ബാക്കിൽ ടൈൽ ലാമ്പ് LED ആക്കിയിട്ടുണ്ട്. ഏതാ, 4 വീൽ മാനുവലാ? അല്ല, 2 വീൽ ഓട്ടോമാറ്റിക്. 14. ഓക്കെ, ആകെ മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അത് കമ്പനിയിൽ നിന്നാണ്. ഫുള്ളി പീരിയോഡിക്കലി കമ്പനി സർവീസ് ആണ്. ഓക്കെ, 10 കറക്റ്റ് സർവീസ്. മെയിൻ ക്ലാസ് റീപ്ലേസ് കമ്പനിയിലാണ്. ഓക്കെ, 1,90,000 ഓട്ടം. 1,90,000 രൂപ. 2014 ഫോർച്യൂണർ TRD കിറ്റ് ചെയ്ത വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 12,30,000 കൊടുക്കാം. NOCയിൽ അല്ലേ? ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര കാണും? മാറണമെങ്കിൽ ഒരു 2 ലക്ഷത്തിന് ഉള്ളിലായിട്ട് വരും. 2ന്റെ ഉള്ളിലായിട്ട് ഇങ്ങോട്ടേക്ക് മാറാൻ ഈ ഒരു വാഹനത്തിന് വില കാണണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ കാര്യം പറയാനുള്ളത്, ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ വിളി തുടങ്ങും, ഈ ലോണും ചോദിച്ചിട്ട്. ഇത് ഇങ്ങോട്ട് ആക്കിയില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ആക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. കസ്റ്റമർ കുറച്ചായി പറയുന്നത്. ഓക്കെ,
ഇപ്പം ഇങ്ങനത്തെ വണ്ടികൾ ഇപ്പം നമ്മൾ പ്രശ്നം നേരിടുന്നത് ഈ RC-ൻ്റെ ഒരു ഇഷ്യൂ നേരിടുന്നത്. RC ഇഷ്യൂസ് ആണ്. അപ്പോൾ ലോണുള്ള ആൾക്കാരാണ് ഇപ്പോൾ വിളിക്കേണ്ടതായി വിചാരിച്ച് ഫസ്റ്റിൽ അവർക്ക് ഫുൾ പേയ്മെൻറ്റ് മുടക്കാനുണ്ടെങ്കിൽ നമ്പറാക്കാനുള്ള ക്യാഷ് അവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്തിട്ട് പിന്നീട് ലോണ് കയറ്റുന്ന രൂപത്തിലൊക്കെ നോക്കാനേ പറ്റുള്ളൂ. പിന്നീട് ലോൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്പറാക്കാൻ റോൾ ചെയ്തിട്ട് പിന്നെ ലോൺ ആക്കിയിട്ട് എടുക്കേണ്ടി വരും. ഇപ്പോൾ RC ഒരു 6 മാസം അവിടെ ഇപ്പോൾ പിടിക്കുന്നുണ്ട്. ചിലപ്പം പെട്ടെന്ന് തന്നെ അത് ഇഷ്യൂ സോൾവ് ആവുകയും ചെയ്യും, പറയാൻ പറ്റില്ല. ഇപ്പോൾ സോൾവ് ആയിക്കൊണ്ട് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് വാഹനമാണ് ലെക്സസ്. ലെക്സസ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? ഇല്ല, നമ്മളത് വീഡിയോയിൽ പൊതുവേ കേരളത്തിൽ തന്നെ കുറവാണ്, വണ്ടികൾ തന്നെ വളരെ കുറവാണ്. ഞാൻ ഡൽഹി പോയപ്പോൾ കാണിച്ചിട്ടുണ്ട് ലെക്സസിന്റെ സെഡാൻ വാഹനം. അല്ല, ആക്ച്വലി ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് മുന്നത്തെ കസ്റ്റമർ ലെക്സസിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ടൊയോട്ടയുടെ എംബ്ലോ കണ്ടു ഞാൻ സൈഡിൽ. ലാൻഡ് ക്രൂയിസറിന് ആക്ച്വലി ഒറ്റ ഹെഡ്ലൈറ്റ് വരാം. അതെ, ഇത് സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തതാണ്. ലെക്സസ് ആയതുകൊണ്ട് ലെക്സസ് ആക്കിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതായത് ഈ എംബ്ലോക്ക് ലെക്സസ് റിയായതാണോ? ആ നമ്പർ ആക്കിയതാണ്. ഓക്കെ, കേൾപ്പത്തിലേക്ക് നമ്പറാണ്, കുറച്ച് പൈസ കൊടുത്തിട്ട് വാങ്ങിയ നമ്പറാണ്. ഓക്കെ, വണ്ടി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ആണല്ലോ. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2003 മോഡൽ ഇത്. ആക്ച്വലി 1997 മുതൽ ഉള്ളൊരു മോഡലാണ് ഈ ഒരു ഷേപ്പിൽ. 2003 വരെ അല്ല, 2008 വരെ കണ്ടാണ് ഈ ഷേപ്പ് തന്നെയാണ് കണ്ടിന്യൂ. 10 വർഷത്തിന്റെ. ഇത് ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് സൺറൂഫൊക്കെ വരെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പിന്നെ ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മാറ്റിയപ്പോൾ ഫോർ വീൽ അത് ഇത് 4 വീൽ തന്നെ ഉള്ളൂ. 4 വീൽ തന്നെ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് ആവശ്യാനുസരണം പൊക്ക് താത്ത 3 ഓപ്ഷനിൽ ചെയ്യാം. പറ്റ താത്തിടാം, പിന്നെ മിഡില്, പിന്നെ ഹൈ. ഇപ്പോൾ S ക്ലാസ് ഒക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ആവശ്യത്തിന് പൊക്കാനേ താത്താൻ പറ്റും. അത് എയർ സസ്പെൻഷൻ ആണ്, പക്ഷെ ഓഫ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ താന്നിരിക്കും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പൊങ്ങും. ഇങ്ങനത്തെ ഒക്കെ ഒരു ലെവലേ ഉള്ളൂ. നമുക്ക് ആവശ്യം അനുസരിച്ചും പൊക്കാ താത്താം, അവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ താന്ന് കളിക്കൂല. ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അവിടെ, പിന്നെ അടുത്ത് സ്വിച്ച് ഇട്ടാൽ താഴെ, പിന്നെ ജാക്ക് പോലെ തന്നെ അവിടെ ലോക്കായിട്ട് പിന്നെ ബാക്കി സസ്പെൻഷൻ വർക്ക് ചെയ്യും. അങ്ങനത്തെ മോഡൽ. ഓക്കെ, അപ്പോൾ ബാക്കി സ്പെഷ്യൽ വണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഗൾഫിലുള്ളവരൊക്കെ നാട്ടിൽ, നമുക്ക് ആവറേജ് ഗൾഫിലൊക്കെ പൈസ ഉള്ള ആൾക്കാർക്കൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടുക പറഞ്ഞാൽ അവർക്കൊരു ആഗ്രഹമാണ്. തീർച്ചയായും ഒരു റയർ പീസും കൂടിയാണിത്. ഡീസലാണ്, 6 സിലിണ്ടർ ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ വണ്ടിയാണ്. ഒരു 9-10 മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒറിജിനൽ ലെക്സസ് പറഞ്ഞാൽ V8 പെട്രോളാണ് വരിക. V8 അത് പറഞ്ഞാൽ 4-3 കണ്ടാൽ മതി. തീരെ നമുക്ക് നടപടി ആകൂല. വണ്ടിയാണ്, ആവശ്യമുള്ളവർക്ക് വിളിക്കട്ടെ. ഇതിപ്പോ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 15 നമ്മൾ ചോദിക്കുന്നത്. 15,50,000 രൂപയ്ക്ക് കേരള വണ്ടി ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ പേപ്പേഴ്സ് ഫുൾ ഫിറ്റാണ്. ഓക്കെ, 5 years പേപ്പേഴ്സ് എല്ലാം ഉള്ള വാഹനം. ഓക്കെ, വേറെ ലോണ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഒരു ചാൻസും ഇല്ല, ഒന്നും നോക്കണ്ട. റെഡി ക്യാഷിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ലെക്സസിലേക്ക് കൺവേർട്ട് ചെയ്ത ലാൻഡ് ക്രൂസറാണ് അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ ബെൻസിലേക്ക് വന്നിരിക്കുന്നു. KL 85 രജിസ്ട്രേഷനുള്ള E ക്ലാസ് വാഹനമാണ്. ഈ 280 ആണ്. KL 85 ആയി കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ലൈറ്റ് അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ടോ? ഈ ഒരു ഹെഡ്ലൈറ്റ് കുറവാണ്, പക്ഷെ ഇതിന്റെ ഫാൻസ് ഒരുപാടുണ്ട്. ഇപ്പോഴുണ്ട്, പക്ഷെ ഉള്ളതിലേക്ക് കുറച്ച് കുറവാണ്. പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാലത്ത് നമ്മളിതൊക്കെ എത്ര നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനത്തെ വണ്ടി ഉള്ള നേരത്തെ ഇങ്ങനത്തെ വണ്ടി തന്നെയാണ് വിറ്റുകൊടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ പറഞ്ഞോളൂ? ഇത് 2008 ആണ് കേരള രജിസ്ട്രേഷൻ ആക്കിയ ഈ 280 പെട്രോൾ ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിൽ ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. അന്നത്തെ കാലം 280 ആണ്. അത്ര ഹൈഫൈ ആൾക്കാർ ഇറക്കിയിരുന്ന ഒരു വണ്ടിയാണ്. 200 4 സിലിണ്ടർ. ഇത് V6 എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഒരു 6-7 മൈലേജ് ഉണ്ടാവും. 8 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 8 വരെ കിട്ടും. ഓക്കെ, 8 വരെ മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. പേപ്പർ ഇപ്പോൾ 5 വർഷത്തേക്കുണ്ട്. 5 years പേപ്പർ ഫുൾ ഫിറ്റാണ്. ഫറൂഖാണ് തോന്നുന്നു 85. ഞാൻ ഇവിടെ തന്നെ എടുത്തു. 84 കൊണ്ടോട്ടി. 85 ഫറൂഖാണ്. കോഴിക്കോടാണോ? ഡൗട്ട് ഉണ്ട്. അതിന് കോഴിക്കോട് വലിയ ഫറൂഖാണ്. കോഴിക്കോടല്ല, കോഴിക്കോട് കൊണ്ടോട്ടി ഫറൂഖ്. 85 ഇവിടെയുണ്ട്. മറ്റേ കണ്ണൂർ ഭാഗത്തൊരു സ്ഥലമുണ്ട് രജിസ്ട്രേഷൻ. അത് 85-86 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വേറെ ബാറ്ററി പുതിയതാണ്. പിന്നെ എല്ലാം ക്ലിയർ. അത് റീസെന്റ് ഓയിൽ സർവീസ്, ട്രാൻസ്മിഷൻ ഓയിൽ മാറി, എല്ലാം ചെയ്ത് വെച്ചു. എത്ര കൊടുക്കാം? ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 4,35,000. 4,35,000 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഈ 280 ആണ്.
5 വർഷത്തെ ഫുൾ പേപ്പറുള്ള വാഹനമാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, വേറെ ടാക്സോ കാര്യമോ ഒന്നും അഡീഷണൽ വരുന്നില്ല. പെട്രോൾ വണ്ടിയാണ്, മെയിൻ്റനൻസ് പൊതുവെ കുറവായിരിക്കും. അത്യാവശ്യം ഒന്ന് ആഡംബരം കാണിക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം. ആഗ്രഹം തീർക്കാനുണ്ടെങ്കിൽ, പിന്നെ മൈലേജ് ഒന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യരുത്. ആഗ്രഹം തീർക്കാനുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കുറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനം അല്ലേ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു പ്രീമിയം കാറ്റഗറിയിൽ നിന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, എങ്കിലും ഒരു സെമി പ്രീമിയം പറയാം. KL 10 രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ സിവിക്കാണ്. ഏറ്റവും കൂടുതൽ അൾട്രേഷൻ നടക്കുന്ന ഒരു സെഗ്മെന്റ് വാഹനമാണ് സിവിക്കും സിറ്റിയും. ഞാൻ മിനിഞ്ഞാന്നൊരു കല്യാണത്തിന് പോകുന്ന കണ്ടു, ഒരു 3 സിവിക്ക് 2 ഭയങ്കര രസമുള്ളൊരു വണ്ടിയാണ്. അതെ, ഇത് നമ്മൾ ഈ ഇന്തോനേഷ്യ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരാണ് ഇതിന്റെ ശരിക്കും അൾട്രേഷനിൽ പുലികൾ എന്ന് പറയുന്നത്. തായ്ലൻഡ്, ഇന്തോനേഷ്യ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇത് പിന്നെ ഹോണ്ട അക്കോർഡ് ഇതൊക്കെ വണ്ടി തന്നെയാണ് മെയിൻ. 3 സാധനം ഭയങ്കര പവറാണത്. ആക്സിഡന്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കും കൂടി ആയാൽ പറയണ്ട, ഓട്ടോമാറ്റിക്കാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. മോഡലൊക്കെ എങ്ങനെയാ? ഇത് 2009 അതിൽ തന്നെ വി ഓപ്ഷൻ എന്ന് വരുന്ന ഒരു ടൈപ്പാണ്. അത് 2008 വരെ കാഴ്ചക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ചില്ലറ മാറ്റങ്ങളോട് കൂടി ടൈൽ ലാമ്പിൽ ഇങ്ങനെ ഒരു ആദ്യം ഇങ്ങനെ റൗണ്ട് ഉള്ളിൽ വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ്. 9 വന്ന വണ്ടി. ഇപ്പൊ പേപ്പറിന്റെ അവസ്ഥ എന്താ? ഇത് പേപ്പർ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഈ വർഷം ലാസ്റ്റിൽ റിന്യൂവൽ വരും. ടാക്സ് 10,700 അടക്കണം, എല്ലാം കൂടി ഒരു 15 രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏത് വണ്ടികളാണെങ്കിലും 15 വർഷം കഴിഞ്ഞാൽ പിന്നെ ടാക്സിന്റെ ലെവൽ വ്യത്യാസം വരും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒരു ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസ് ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഇപ്പൊ എന്റെ പേര് സെക്കൻഡ് ഓണറായി. സിംഗിൾ ഓണർ ആയിരുന്നു ഇതുവരെ. ഇപ്പൊ എന്റെ പേര് നല്ല നീറ്റാ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാ. ക്രൂയിസ് കൺട്രോൾ ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ശരിക്കും പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 8-9 മൈലൊക്കെ കിട്ടുമായിരിക്കും. ഹൈവേയിലൊക്കെ മര്യാദ RPM പിടിച്ചു പോയി കഴിഞ്ഞാൽ 10 നമുക്ക് കിട്ടും. ഒരു മര്യാദ ഓടിച്ചു പോയാൽ അത്രേ ഉള്ളൂ പറയുന്നുള്ളൂ. ഓക്കെ. മെയിനായിട്ട് ഇതിൽ മൈലേജ് ഇത് നല്ല ഏത് വണ്ടി നമ്മളൊരു 1.5 RPM 1.5 1500 താഴെ 2ന്റെ ഉള്ളിലേ പിടിക്കാവും. അതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പണിയാ. പിന്നെ അതിന്റെ മൈലേജ് നോക്കണം. ഇതാകുമ്പോൾ നമുക്ക് നല്ല മൈലേജ്, ഞെട്ടിക്കുന്ന മൈലേജ് ചിലപ്പോൾ വരെ കിട്ടും. പക്ഷെ അതൊന്നും നമ്മൾ ഓടിക്കാൻ തയ്യാറാവില്ല. നമുക്ക് പെട്ടെന്ന് ഗീറ് മാറി പെട്ടെന്ന് എത്തുക നോക്കുള്ളൂ. ഓക്കെ. ഇതിപ്പോ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 2.85 2,85,000 കേരള വണ്ടി ആയിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. 5 വർഷത്തേക്കുള്ള ഫുൾ പേപ്പറുള്ളൊരു വാഹനമാണ്. 2.85 സിവിക്ക് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് പുതിയൊരു ലോട്ട് കൂടെ വന്നിട്ട് വീഡിയോ ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 2 ആഴ്ച മുതൽ ആക്ച്വലി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മഴയുടെ കാരണം കൊണ്ട് കുറച്ച് ഇതായി. പക്ഷേ 2 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിൽ വെച്ചാൽ കുറച്ച് ഗ്യാപ്പായി. അതിന് മുന്നേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ചെറിയ പിന്നെ നമ്മളെ ചാനൽ ഉള്ളതുകൊണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരുമ്പോൾ നമ്മൾ കുറെ കളക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് വിളിക്കാം. ഓക്കെ. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വിളിക്കൂ. വിളിക്കൂ. ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്ന് കാർ ഇൻസ്പെക്ട് ചെയ്ത് മാക്സിമം വിലയ്ക്ക് ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും. അതിന് താഴെ കോൺടാക്ട് ചെയ്യാം. ഇനി അജ്മൽ ഖാനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ മുകളിൽ വലത്തെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഈ വാഹനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിലും ഇനി വരാനുള്ള സ്റ്റോക്കുകളെ പറ്റിയും എല്ലാം പറഞ്ഞു. പജീറൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മൾ അന്നിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന് വിളിയുണ്ട്. അതിപ്പോ അതിന് ശേഷം ഞാൻ 1-2 എടുത്ത് വിറ്റും ചെയ്തു. വന്ന ഉടനെ പോവാ. ഇപ്പൊ ഇനി ഒരു റെഡ് ആൻഡ് വൈറ്റ് ഇറങ്ങാണ്ട് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. റെഡ് ആൻഡ് വൈറ്റ് അപ്പോൾ നിങ്ങൾ വിളിച്ചോളൂ. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. റെഡ് ആൻഡ് വൈറ്റ് ബുൾഡോഗ് പജീറോ ആണ്. അത്രയേ ഉള്ളൂ. ഇനി എന്നെ കോൺടാക്ട് ചെയ്യാൻ, പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നമ്പർ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ID. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി.